നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയാണ്. പലരും പല നിലവാരത്തിൽ പലയിടങ്ങളിലും സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യും. അതിനെയൊക്കെ ഒരു വീഡിയോയ്ക്ക് വിഷയമാക്കണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആദ്യമേ പറയുകയാണ്, ഒരിക്കലും പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ ഒരു വ്യക്തി എന്നതിലുപരി അവിടെ കുറ്റക്കാരാകുന്നത് അയാളെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളുമാണ്. അപ്പോൾ ഒരു വലിയ തെറ്റിനെ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുമ്പോൾ അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാകുന്നു. അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തെളിവ് സഹിതം എനിക്ക് തന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറയാം. ഒരുപാട് വാർത്തകളൊക്കെ മെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും വാർത്തകൾ പുറം ലോകം അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാനിന്ന് വീഡിയോയിൽ കൊടുത്തിരിക്കാം. വാട്സപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ആരും വിളിക്കരുത്, വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ലിബി ഹരി എന്നുള്ള ഒരു ഐഡിയിൽ നിന്ന് ഇപ്പോൾ ശബരിമലയിലെ ഈ സ്വർണം നഷ്ടപ്പെട്ട കട്ടുകൊണ്ടുപോയ സംഭവമൊക്കെ നടന്നല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സ്ത്രീ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. ലിബി ഹരി എന്നാണ് അവരുടെ ആ ഐഡിയുടെ പേര്. അപ്പോൾ ദൈവവിശ്വാസം ഒരാൾക്ക് വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ആരുടെ പക്ഷം സംസാരിക്കണമെന്നതും അവരവരുടെ കാര്യമാണ്. പക്ഷേ എത്രയാണ് പരിധി, ഒരാൾ സംസാരിക്കേണ്ട പരിധി എത്രത്തോളമാണ്? പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു നിയന്ത്രണമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു പരാമർശം ഉണ്ടായപ്പോഴും അത് ഇത്രയും ചർച്ചയ്ക്ക് വിധേയമായതും അതുകൊണ്ടാണ്. ചില ആളുകൾ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും പറയരുത്, ചില ഇടങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. ഏതായാലും ആ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണ മേൽക്കൂരയോ കട്ടിളപ്പടിയോ ജനാലയോ കിടുങ്ങാമണിയോ ആരോ അടിച്ചുകൊണ്ടു പോയെന്നും പറഞ്ഞു കുരച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ പല കഥകളും പ്രചരിപ്പിക്കുകയും 2 ദിവസമായി പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിക്കുകയും ഇപ്പോൾ KPCC പുതിയൊരു വിശ്വാസി സംഗമവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യത്തിന് ഇത്തരം ശുഷ്കാന്തികൾ കാണാറുണ്ടോ? ക്ഷേത്രങ്ങളുടെയും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ കളവ് പോയ സ്വർണത്തിന്റെ പിന്നാലെ പായുന്നതിന് പകരം മറ്റുള്ള സമൂഹത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾ ശുഷ്കാന്തി കാണിക്കണമെന്നായിരിക്കും ഇത് എഴുതിയ ആൾ ഉദ്ദേശിച്ചത്. പക്ഷേ അയ്യപ്പന്റെ സ്വർണ്ണ മേൽക്കൂരയോ കട്ടിളയോ കിടുങ്ങാമണിയോ ഒക്കെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ ഇവർ ഒരിക്കലും ഒരു ഈശ്വര വിശ്വാസി അല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇത്തരം കുറിപ്പുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവർ തന്നെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ട്. വലിയ രീതിയിൽ അവിടെ ഒരു പ്രശ്നം നടക്കണം. വിശ്വാസികളായിട്ടുള്ള ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലിരുന്നാൽ മതി. എനിക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വിശ്വസിക്കരുത് എന്ന് ഒരാളോട് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാനും പാടില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു കുറ്റം നടന്നാൽ, ഒരു മോഷണം എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് അല്ലേ, ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ നിയമമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് മോഷണം സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അന്വേഷണങ്ങൾ നടക്കും, അതിനെ സംബന്ധിച്ച വാർത്തകൾ വരും. അതിനോടൊന്നും നമ്മൾ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിശ്വാസം മാറ്റി നിർത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 പവൻ്റെ സ്വർണം കാണാതെ പോയാൽ നിങ്ങൾ ചോദിക്കുമോ, പോലീസിന് വേറെ ജോലിയൊന്നും ഇല്ലേ, സ്വർണം പോയവൻ കൊണ്ടുപോയി അനുഭവിച്ചോട്ടെ, അവൻ അത് കൊണ്ടുപോയി ജീവിച്ചോട്ടെ, പരാതിയില്ലെന്ന് നിങ്ങൾ പറയുമോ? അപ്പോൾ അതിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി കൊടുത്തതാണ് 35-30 കിലോ സ്വർണം ഒരു വ്യക്തി കൊടുത്തിട്ട് അത് കുറേ കാട്ടുകള്ളന്മാർ കട്ടുകൊണ്ടുപോയി, ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ. അപ്പോൾ അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് പേർ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേർ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ വളരെ മോശമായിട്ട് ഒരുപാട് പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൽ എനിക്ക് ചെയ്ത വ്യക്തിയും പറഞ്ഞു, ഞാനൊരു ഈശ്വര വിശ്വാസി പോലും അല്ല, എന്നിട്ട് പോലും എനിക്കിത് വായിച്ചപ്പോൾ ബുദ്ധിമുട്ട് തോന്നി. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയോ മേൽക്കൂരയോ കട്ടിളപ്പടിയോ ജനാലയോ കിടുങ്ങാമണിയോ എന്ത് മാങ്ങാത്തൊലിയോ ആയാലും അതവിടെ ഇരുന്നത് കൊണ്ട് സമൂഹത്തിന് യാതൊരു കാര്യവും ഇല്ലല്ലോ. ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൂട്ടാളികൾക്കുമെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമല്ലോ, അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. നല്ല ഒരു കാഴ്ചപ്പാടല്ലേ, എത്ര വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇതൊക്കെയാണോ സമൂഹത്തിൽ പങ്കുവയ്ക്കേണ്ടത്? അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അനീതിയെ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? എഴുതാൻ കരുത്തുണ്ടെങ്കിൽ, എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ, സംസാരിക്കാനുള്ള എനർജി ഉണ്ടെങ്കിൽ, അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ നമ്മളത് ഈ രീതിയിലാണോ ഉപയോഗിക്കേണ്ടത്? ഈ രീതിയിലാണോ വിമർശിക്കേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന് കിട്ടിയ പിന്തുണയാണ് എന്നെ അതിശയിപ്പിച്ചതും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതും. ഒരുപാട് പേർ അത് ശരിയല്ലേ എന്ന് ചിന്തിക്കുകയാണ്. വളരെ തെറ്റായിട്ട് നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ വളരെ ആധികാരികമായിട്ട് പറഞ്ഞുറപ്പിക്കുമ്പോൾ, നമ്മൾ വളരെ ഉറച്ച് സംസാരിക്കുമ്പോൾ കുറേ പേര് ശരിയാണല്ലോ അത് എന്ന് ചിന്തിക്കും.
എത്ര വലിയ തെറ്റാണ് സമൂഹത്തോട് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഞാൻ പറയുന്നില്ല, അത് തെറിയാണ്. അതൊക്കെ സർവശക്തനായ ദൈവം സംരക്ഷിച്ചോളുമല്ലോ. അത് അവരെന്തെങ്കിലും ചെയ്യട്ടെ. വെളിവും ബോധവുമുള്ളവർ ഇത്തരം ദൈവങ്ങളെയും ക്ഷേത്ര ജീവനക്കാരെയും തീറ്റിപ്പോറ്റാൻ സർക്കാർ ഖജനാവിൽ നിന്നും പണം അനുവദിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കാൻ രംഗത്ത് വരണം. അതായത് സർവശക്തനാണല്ലോ ദൈവം, അതുകൊണ്ട് ദൈവത്തിൻ്റെ സാധനങ്ങളൊക്കെ ദൈവം സംരക്ഷിച്ചോളും, അതിനെന്തിനാ പോലീസ് അന്വേഷിക്കുന്നതെന്ന്. അല്ലേ, പള്ളികളിൽ മോഷണം പോകുന്നു. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര ഒരു പള്ളിയിൽ മാതാവിൻ്റെ കഴുത്തിലിട്ടിരുന്ന നോട്ടുമാല സഹിതം അടിച്ചുകൊണ്ടുപോയി. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണങ്ങൾ നടക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. മോഷണം എന്നുള്ള കുറ്റത്തിന് അത് ചെയ്തവരെ വെറുതെ വിടണമെന്നാണ് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീക്ക് അതാണ് ആവശ്യം. നമുക്ക് എന്തെങ്കിലും നന്മ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം, നല്ലത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയണം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതിനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. സൗകുമാരൻ നായർ പറയുന്നത് കണ്ട് അതിനൊപ്പിച്ച് അയ്യപ്പൻ്റെ വാളി കണ്ടില്ല, കട്ടിലയും ജനലും കണ്ടില്ല, നൈഷ്ഠിക കിടുങ്ങാമണി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ നിങ്ങൾക്കോ കിട്ടില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി തിന്നട്ടെ. ആരെങ്കിലും കൊണ്ടുപോയി തിന്നട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഖജനാവിൽ നിന്ന് അഴിമതി നടത്തി കൊണ്ടുപോകുന്നവന്മാരും രാഷ്ട്രീയക്കാരും ഈ കൊള്ളക്കാരന്മാരെല്ലാം കൊണ്ടുപോയി തിന്നട്ടെ. അല്ലേ ലിബി ചേച്ചി? അങ്ങനെയാണോ പറയുന്നത്? സമൂഹത്തോട് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റായി പോയല്ലോ. ഇവർക്കൊക്കെ അർഹിക്കുന്ന മറുപടിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ മനുഷ്യർ കൊടുക്കേണ്ടത്. ഒരു തരത്തിലും ഇത്തരം പോസ്റ്റുകളുടെ സ്വാധീന വലയത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത്, നിങ്ങൾ ആരും പെട്ടുപോകരുത്. പറയുമ്പോൾ അത് ശരിയല്ലേ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും വിധമാണ് ഇവരൊക്കെ എഴുതി തകർക്കുന്നത്. ഇതിനെതിരെ ഒന്നും രംഗത്ത് വരാൻ ആരുമില്ല. ഇതൊന്നും ഒരിക്കലും ഒരു കുറ്റകരമല്ലാത്ത പോസ്റ്റായി മാറുകയാണ്. ഒരു സംസ്ഥാന സർക്കാർ തന്നെ തമിഴൻ്റെയും തെലുങ്കൻ്റെയും കീശ ലക്ഷ്യമാക്കി അന്ധവിശ്വാസ പ്രചാരണാർത്ഥം മകരജ്യോതി തട്ടിപ്പ് നടത്തുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രത്തിൽ നിന്നും ആരെങ്കിലും ബുദ്ധിയുള്ള പോറ്റിമാർ അവരെയും പറ്റിച്ച് അയ്യപ്പൻ്റെ വാളിയോ കിടുങ്ങാമണിയോ അടിച്ചുകൊണ്ട് പോയെങ്കിൽ നല്ല കാര്യം. കടുത്ത ഒരു നിരീശ്വരവാദിയാണ്, ഒരു ഈശ്വരവിശ്വാസം തീരെ ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അതിവിടെ പ്രസക്തമല്ല. അങ്ങനെയുള്ള ആളുകളെല്ലാം ഇത്തരം ഭാഷയിൽ വളരെ മോശമായിട്ട് ഒരു വിശ്വാസത്തെ പറ്റി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഹിന്ദുവിനെ പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് അങ്ങനൊന്നുമല്ല. ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നവരല്ല, ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവരല്ല. ശബരിമല എന്ന ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അത് നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഇന്ത്യക്ക് ഏത് രീതിയിൽ സാമ്പത്തികമായി കൂടി മുതൽക്കൂട്ടാവുന്നു, നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ചരിത്രത്തിനുമൊക്കെ എത്രത്തോളം പ്രാധാന്യം ആ ക്ഷേത്രം, ആ ഇടം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതിനെ പറ്റിയൊന്നും അറിവില്ലാത്ത ആളാണ് ഇവർ എന്നതിൽ സംശയമില്ല. ഇവരെ പോലെയുള്ളവർക്ക് എന്തിനാണ് മറുപടി കൊടുത്ത് സമയം കളയുന്നത് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുതേ. കാരണം 1000 തേൻതുള്ളിയിലേക്ക് ഒരു മീൻതുള്ളി വീഴുമ്പോൾ അത് അത്രയും അശുദ്ധമാകുകയാണ്. സമൂഹത്തെ ഇല്ലാതാക്കാൻ നല്ല ഉഗ്രവിഷമുള്ള ഒരാൾ മതിയാവും, അല്ലേ? ഒരു വിഷം അവിടുന്ന് പടർന്ന് ഒരുപാട് പേരിലേക്ക് എത്തുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇത്തരം വിഷവിത്തുകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇത്തരം അധപ്പതിച്ച രീതിയിലുള്ള വിമർശനങ്ങൾ ഇവരെ പോലെയുള്ളവരിൽ നിന്നും ഉണ്ടാകാതെ ഇരിക്കാൻ പൊതുജനങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മളും ചെയ്യണം. ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും ഇവർക്ക് ചിന്തിക്കാമല്ലോ, ശബരിമല എന്ന ക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ട് എത്രയോ ആളുകൾ ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ തന്നെ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി. എന്തുകൊണ്ടാണ്? ശബരിമലയ്ക്ക് അത്രയും വലിയ പ്രാധാന്യമുണ്ട്, വിശ്വാസികൾക്കും അതുപോലെ പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ എന്ന ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തെ മാത്രം ആശ്രയിച്ച് പല ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ അവിടെ കഴിയുന്നില്ലേ? അവിടെ ഓരോ ജോലികൾ ചെയ്ത് ജീവിക്കുന്നില്ലേ? ഇല്ലേ? ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളില്ലേ? ഒന്നും അറിയാതെ കണ്ണടച്ചിരുട്ടാക്കുന്ന ആളുകളാണ് ഇവരൊക്കെ സമൂഹത്തിൽ വേണമെന്ന് കരുതി പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളാണ്. പ്രത്യേക ഇടങ്ങളിൽ മാത്രം ശബ്ദം ഉയർത്താൻ ധൈര്യപ്പെടുന്ന ആളുകളാണ്. ഇത്തരക്കാരെ തിരിച്ചറിയുക, ഇവരോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുക.